അപ്പം ഞാനും ആമിക്കുട്ടിയും കൂടെ പയറ് പറിക്കാൻ തുടങ്ങിയായിരുന്നേ. അതെ, ആമി കുഞ്ഞെ ഈ പയറുങ്ങ് പറിച്ചോ. കുഞ്ഞിന് പയറ് പറിക്കുന്ന ഇഷ്ടമാണല്ലോ അല്ലേ? ഇങ്ങനെയാണ് കേട്ടോ പയറ് പറിക്കുന്നേ. ഈ പയറ് പറിച്ചേ കുഞ്ഞിന് കറി ഉണ്ടാക്കി തരാം കേട്ടോ. കുഞ്ഞിന് പയറ് ഇഷ്ടമാണല്ലോ അല്ലേ? ഇനി ഇതാ അപ്പുറത്തെ സൈഡിലോട്ട് മാറിക്കേ, അവിടെ ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ ഉണ്ട്. കുഞ്ഞ് ഇത് പറിച്ചേ കുഞ്ഞെ, ഇത് പറിച്ചേ. ഇങ്ങനെ തിരിച്ചാൽ മതി. ഇങ്ങനെ തിരിച്ചേ. ഇങ്ങനെ തിരിച്ച്. കണ്ടോ, അങ്ങനെയാണേ പറിക്കുന്നത്. എല്ലാം പറിച്ചേ കുഞ്ഞ്, പറിച്ചേ. ഉറുമ്പൊന്നും ചെയ്യില്ല കുഞ്ഞിന്. ഓക്കേ, ഇത് അച്ചിങ്ങും കൂടി ഉണ്ട്. കുഞ്ഞിന് അമ്മമ്മ നാളെ ഈ പയറ് വെച്ച് മെഴുക്ക് വരുത്തി തരാവേ. കുഞ്ഞിന് ഇഷ്ടമാണല്ലോ അല്ലേ? ഞാൻ കാണുന്നത് കഴിക്കുവോ കുഞ്ഞ്? ഇഷ്ടപ്പെടൂല്ലേ? അല്ലെങ്കിലും കുഞ്ഞിന് പയറ് ഇഷ്ടമാണല്ലോ. കുഞ്ഞ് പറിച്ചു വന്നു. നമുക്ക് ഈ അച്ചിങ്ങ എല്ലാം പറിച്ച് എടുത്തേക്കാം. എന്നിട്ട് അപ്പം നമുക്കേ എന്തെങ്കിലും മൂഞ്ഞയ്ക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചാരം കൊണ്ടിടാം അല്ലേ? ചാരം ഇട്ടാൽ മൂഞ്ഞ പൂവെന്ന് പറയുന്നു. ചാരം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വിതറി കൊടുത്താൽ മതി, മൂഞ്ഞ പൂവെന്ന് പറയുന്നു. ഇനി ഇത് കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, ഈ മൂഞ്ഞ കളയാനുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാൻ, സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാ. സോപ്പ് ലായനി അങ്ങനെയൊക്കെ തളിച്ചാൽ ഇത് ഫലപ്രദമാവുമോ അറിയത്തില്ല, നോക്കട്ടെ. എന്നിട്ട് ഇത് ശരിയാവുമെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം ഇതിന് ഞാൻ പറയാം, വീഡിയോ ഇട്ടേക്കാം. ഇങ്ങനെ ചാരവും സോപ്പ് ലായനിയൊക്കെ ഇട്ടിട്ട് പോയി എന്നുള്ളത്, തളിച്ചിട്ട് പോയി എന്നുള്ളത് ഞാൻ പറയും. എന്തായാലും ഒരു പിടി പയർ കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ പയർ. ഒരു രാസവള പ്രയോഗമൊന്നുമില്ലാതെ ബെറ്ററായിട്ട് നമുക്ക് ശകലശകലം മൂഞ്ഞയുടെ ഒരു ശല്യം ഉണ്ടായെങ്കിലും ഇത്രയും കിട്ടിയല്ലോ. പക്ഷേ നല്ല ആരോഗ്യത്തിന് നല്ലൊരു നല്ല വേറെ മാലിന്യം വിഷമൊന്നും ഇല്ലാത്ത നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ പറഞ്ഞു ഞാൻ. ബൈ.